അറബി ഭാഷയില് എല്ലാ ഇസ്മുകൾ എന്ന് പറഞ്ഞാല് നൗണ് അല്ലെങ്കിൽ നാമങ്ങൾ, എല്ലാ നാമങ്ങളും ഒന്നുകിൽ മുഅന്നസ് ആയിരിക്കും അല്ലെങ്കിൽ മുദക്കർ ആയിരിക്കും. അതായത് ഒന്നുകിൽ ഫെമിനിൻ ആയിരിക്കും അല്ലെങ്കിൽ മാസ്കുലിൻ, ആണോ പെണ്ണോ ആയിരിക്കും. എല്ലാ ഇസ്മുകളും എല്ലാ നാമങ്ങളും ഒന്നുകിൽ മുഅന്നസ് ആയിരിക്കും അല്ലെങ്കിൽ മുദക്കർ ആയിരിക്കും. യൂഷ്വലി മുഅന്നസ് ആയിട്ടുള്ള, അതായത് ഫെമിനിൻ ആയിട്ടുള്ള ഓരോ ഇസ്മിന്റെയും എൻഡിങ്ങിൽ എന്തുണ്ടാവും? ഒരു കുഞ്ഞ് താ ഉണ്ടാവും. ഒരു കുഞ്ഞ് താ ഉണ്ടാവും. ഈ താക്ക് താ മർബൂത്ത എന്നാണ് പറയാ. ഒരു കുഞ്ഞ് താ ഉണ്ടാവും. എന്നാൽ അങ്ങനെ ഒരു അടയാളമില്ലാത്ത മുഅന്നസുകളും അറബി ലാംഗ്വേജിൽ നൗണുകളിൽ അല്ലെങ്കിൽ ഇസ്മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ബോഡി പാർട്സ് എടുക്കുകയാണെങ്കിൽ ആ ബോഡി പാർട്സിൽ ഏതൊക്കെയാണ് മുഅന്നസ് ഏതൊക്കെയാണ് മുദക്കർ എന്ന് തിരിച്ചറിയാൻ നമുക്ക് ചില വഴികളുണ്ട്. അതെന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നമ്മുടെ ബോഡി പാർട്സ് ആണ്. റഅ്സുൻ ഹെഡ്, അൻഫുൻ നോസ്, ഫമുൻ മൗത്ത്, വജ്ഹുൻ ഫേസ്, യദുൻ ഹാൻഡ്, റിജ്ലുൻ ലെഗ്, ഐനുൻ ഐ, ഉദുനുൻ ഇയർ. നോക്കിയാട്ടെ, ഇതില് നമ്മൾ ആദ്യം കാണുന്ന ഭാഗങ്ങളൊക്കെയും എന്താണ്? നമുക്കൊരു മെമ്പർ, ഒരു അവയവം മാത്രമായിട്ട് നമ്മുടെ ബോഡിയിലുള്ള ആളുകളാണ്. റഅ്സ്, അൻഫ്, ഫമ്, വജ്ഹ്. ഈ ആളുകളൊക്കെയും മുദക്കറായിട്ടുള്ള ഇസ്മുകളിലാണ് വരുന്നത്. എന്നാൽ നമ്മുടെ ബോഡിയിലുള്ള ഡബിൾ മെമ്പേഴ്സ് ആയിട്ടുള്ള നമ്മുടെ കൈ, നമ്മുടെ കണ്ണുകള്, നമ്മുടെ ചെവി, കാല്, ഇങ്ങനെ ഡബിൾ മെമ്പേഴ്സ് ആയിട്ടുള്ളതൊക്കെയും മുഅന്നസ് ആയിട്ടുള്ള, അതായത് ഫെമിനിൻ ആയിട്ടുള്ള ഇസ്മുകളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എറ്റേണൽ വിൻ സ്ത്രീകൾക്കായി നടത്തുന്ന ബേസിക് അറബിക് ഗ്രാമർ കോഴ്സിന്റെ 4ാമത്തെ ബാച്ച് ഈ വരുന്ന ചൊവ്വാഴ്ച തുടങ്ങുകയാണ്. അതായത് 8 ഒക്ടോബർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്